നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ലോകം ഉറ്റുനോക്കിയ, രാജ്യം ഉറ്റുനോക്കിയ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ വിശേഷങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ നിശ്ചയിച്ചതോടുകൂടിയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. ജൂലൈ 12 മുതൽ 14 വരെ നടക്കുന്ന ചടങ്ങുകളാണ് പ്രധാനം. ഇന്നലെയാണ് വിവാഹത്തിന്റെ അന്തിമഘട്ടത്തിന് തുടക്കം കുറിച്ചത്. ജിയോ വേൾഡ് സെന്ററിലും അംബാനിയുടെ ആഡംബര വീടായ ആന്റലിയയിലുമാണ് 3 ദിവസത്തെ വിവാഹ ചടങ്ങ്. ഏകദേശം 5000 കോടി രൂപയാണ് വിവാഹ ആഘോഷത്തിനായി അംബാനി കുടുംബം ചെലവിടുന്നത്. ഇന്നലെ ജിയോ വേൾഡ് സെന്ററിലെ ആഘോഷ പരിപാടികളാണ് മുഖ്യ ആകർഷണം. 16,000-ലേറെ പേർക്ക് ഇരിക്കാവുന്ന ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ രാഷ്ട്രീയ, കായിക, ബിസിനസ്, സിനിമാ രംഗത്തെ പ്രമുഖരാണ് പങ്കെടുത്തത്. എല്ലാവർക്കും പ്രത്യേക വസ്ത്രധാരണ രീതിയും ഉണ്ടായിരുന്നു. വിരുന്നിന് ബാംഗ്ലൂരു ആസ്ഥാനമായ രാമേശ്വരം കഫേ ഉൾപ്പെടെയുള്ളവരാണ് ഭക്ഷണം ഒരുക്കിയത്. ഇന്നാണ് ഈ ശുഭ് ആശീർവാദ് ദിനം. മതപരമായ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം. ആനന്ദ് അംബാനിയും രാധിക മർച്ചന്റും തമ്മിലുള്ള വിവാഹത്തിന് മുന്നോടിയായി നടക്കുന്ന ഈ സൽക്കാര വാർത്തകളാണ് മാധ്യമങ്ങളിലെങ്ങും. എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവ് കണ്ടെത്തുന്നവർ ഉണ്ടാകുമെന്നത് ഉറപ്പാണല്ലോ. ഈ വിവാഹ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അത്തരത്തിൽ വന്ന നെഗറ്റീവ് കമന്റുകളിൽ അധികവും ആനന്ദ് അംബാനിയുടെ വണ്ണത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ വണ്ണം ഒരു പ്രശ്നമേ അല്ല എന്ന് തെളിയിച്ച് നടക്കുകയാണ് ആനന്ദ് അംബാനി. ഒരിക്കൽ ഈ ആനന്ദ് അംബാനിയുടെ വണ്ണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. എനിക്കിനി എന്റെ ജീവിതത്തിൽ വിവാഹമേ വേണ്ട എന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. ഇതിൽ സാക്ഷാൽ അംബാനി പോലും വിഷമിക്കുകയും അതിനെക്കുറിച്ച് കരയുകയും ഒക്കെ ചെയ്തു. ലോകത്തെമ്പാടുമുള്ള ചികിത്സകൾ നൽകാനുള്ള പണം ഉണ്ടായിരുന്നിട്ട് പോലും ഈ ആനന്ദിന് സ്വന്തം തടി കുറയ്ക്കാനുള്ള രീതി മാത്രം ഉണ്ടായിരുന്നില്ല. പിന്നീട് രാധിക കണ്ടപ്പോഴായിരുന്നു ഇരുവരും പ്രണയത്തിലായത്. പിന്നീട് വിവാഹം വേണ്ട എന്ന തന്റെ തീരുമാനം രാധിക കാരണം മാറ്റുകയായിരുന്നു. രാധികയ്ക്ക് അന്ന് ആനന്ദ് കൊടുത്തത് ഒറ്റ വാക്ക് മാത്രം: എന്റെ തടി കുറച്ചതിന് ശേഷം മാത്രം മതി വിവാഹമെന്ന്. എന്നാൽ അദ്ദേഹത്തിന് ആസ്മ രോഗമുള്ളതിനാൽ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡുകൾ കാരണമാണ് അദ്ദേഹത്തിന് തടി നിയന്ത്രിക്കാൻ പോലും കഴിയാതെ വരുന്നത്. എന്തായാലും 200 കിലോയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന ആനന്ദ് പിന്നീട് സ്വന്തം പ്രയത്നത്തിലായി തന്നെ അത് 100 കിലോയോട് അടുപ്പിച്ച് എത്തുകയായിരുന്നു. വീണ്ടും കുറഞ്ഞ സന്തോഷിച്ചുകൊണ്ടിരുന്ന നിമിഷമാണ് അദ്ദേഹത്തിന്റെ തടി വീണ്ടും കൂടിയത്. എന്തായാലും മുന്നത്തെക്കാളും നല്ല വണ്ണം കുറച്ചുകൊണ്ടാണ് അദ്ദേഹം വിവാഹ വേദികളിൽ എത്തുന്നത്. IPL-ൽ മുംബൈ ഇന്ത്യൻസിന്റെ മത്സരവേദികളിലെല്ലാം ആനന്ദും അമ്മ നിത അംബാനിയും സ്ഥിര സാന്നിധ്യമായി എത്തുമ്പോഴായിരുന്നു ആനന്ദിന്റെ തടിയെക്കുറിച്ച് ആരാധകർ ആദ്യം ഞെട്ടിത്തെറിച്ച ഒരു ചിത്രം പുറത്തുവന്നത്. ആനന്ദിനെ കാണുമ്പോൾ ആരാധക മനസ്സിൽ ആദ്യമെത്തുക ആ വലിയ ശരീരം തന്നെയാണ്. എന്നാൽ IPL-ൽ ആനന്ദ് അംബാനി ഒരിക്കൽ ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട്. 2016-ലെ IPL-ലായിരുന്നു അത്. തടിച്ച ശരീരപ്രകൃതിയുള്ള ആനന്ദ് ശരീരഭാരം കുറച്ച് പുതിയ രൂപത്തിലെത്തിയാണ് 2016-ൽ ആരാധകരെ അമ്പരിപ്പിച്ചത്. വെറും 18 മാസത്തിനുള്ളിൽ 108 കിലോ ശരീരഭാരമാണ് ആനന്ദ് അന്ന് കുറച്ചത്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആനന്ദ് എങ്ങനെ ഇങ്ങനെ മെലിഞ്ഞുവെന്ന് ആരാധകർ അന്വേഷിച്ചിരുന്നു. വിനോദ് ചെന്നൈ എന്ന ഫിറ്റ്നസ് ട്രെയിനർ ആയിരുന്നു ആനന്ദിന്റെ ഈ അസാധാരണ ശരീരത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. കർശനമായ ഡയറ്റും കഠിനമായ വ്യായാമവും കൊണ്ടാണ് വിനോദ് ഖന്ന ആനന്ദ് അംബാനിയുടെ ശരീരത്തിൽ അത്ഭുതം കാട്ടിയത്. ആനന്ദ് എങ്ങനെയാണ് 108 കിലോ ഭാരം 1.5 വർഷത്തിനുള്ളിൽ കുറച്ചത് എന്ന ചോദ്യത്തിന് ബിസിനസ് ഇൻസൈഡറിന് നൽകിയ അഭിമുഖത്തിൽ വിനോദ് ഒരിക്കൽ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ജങ്ക് ഫുഡ് ധാരാളം കഴിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ആനന്ദ്. ആനന്ദിന്റെ ഭക്ഷണത്തിൽ നിന്ന് ആദ്യം തന്നെ ജങ്ക് ഫുഡ് പൂർണ്ണമായും ഒഴിവാക്കി. പ്രോട്ടീൻ അടങ്ങിയതും കലോറി കുറഞ്ഞതും നാരുകളടങ്ങിയതുമായ ഭക്ഷണവും ആനന്ദിന്റെ ഡയറ്റിൽ കൂടുതലായി ഉൾപ്പെടുത്തി. ഒപ്പം ദിവസവും 5-6 മണിക്കൂർ കഠിനമായ വ്യായാമവും കൊണ്ടാണ് ആനന്ദിനെ മെലിയിച്ചെടുത്തത് എന്നാണ് വിനോദ് അന്ന് പറഞ്ഞത്. 1.5 വർഷം കൊണ്ട് ആനന്ദ് ശരീരഭാരം 108 കുറച്ചത് പലർക്കും പ്രചോദനമായി മാറി. ആനന്ദ് വീണ്ടും പഴയ രൂപത്തിലേക്ക് പോയത് കണ്ട ആരാധകർ നിരാശരായിരുന്നു. എന്നാൽ കടുത്ത ആസ്മ രോഗിയായ ആനന്ദ് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡുകളാണ് വീണ്ടും തടി കൂടാൻ കാരണമായത് എന്ന് മുമ്പൊരു അഭിമുഖത്തിൽ നിത അംബാനി തന്നെ വ്യക്തമാക്കിയിരുന്നു. സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നത് വിശപ്പ് കൂട്ടുമെന്നും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതോടുകൂടിയാണ് ശരീരഭാരം കൂടുതൽ എന്നും UK-ലെ ആസ്മ സെന്ററിന്റെ പഠനങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. ആസ്മ ഉള്ളതുകൊണ്ട് തന്നെ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നതിലും ആനന്ദിന് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് വീണ്ടും തടി കൂടാൻ കാരണം. എന്തായാലും ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹ ചടങ്ങുകൾ പൊടിക്കുകയാണ്. ഈ 27 നിലകളുള്ള അംബാനിയുടെ വീട്ടിലാണ് ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ചടങ്ങിന്റെ അവസാനത്തിൽ ഇരു കുടുംബത്തിലെയും മുതിർന്നവരിൽ നിന്നും നവദമ്പതികൾ അനുഗ്രഹം തേടും. ചടങ്ങിനെത്തുന്നവർ നവദമ്പതികളെ റോസാ പുഷ്പങ്ങൾ കൊണ്ടും അരി എന്നിവയെറിഞ്ഞ ബന്ധുക്കൾ ആശീർവദിക്കും. ഞായറാഴ്ച നടക്കുന്ന സ്വീകരണ ചടങ്ങുകളോടുകൂടി ആഘോഷങ്ങൾക്ക് സമാപനമാകും. മംഗൾ ഉത്സവ് എന്ന ഈ ചടങ്ങിൽ നവദമ്പതികളെ ആഘോഷപൂർവ്വം കുടുംബാംഗങ്ങൾ സ്വീകരിക്കും. ഈ ചടങ്ങും അജലിയയിൽ തന്നെയാണ് നടക്കുക. അതിഥികൾ പ്രത്യേക തരത്തിലുള്ള പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രമാണ് അന്ന് ധരിക്കുന്നത്. എന്തായാലും ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അപ്പോഴും ആഘോഷ ചടങ്ങുകൾക്കിടയിലും ഇത്തരം ചർച്ചകളും സജീവമാവുകയാണ്.
മച്ച്.